സിൻ്റെ പൊട്ടിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, മെറ്റീരിയൽ വരുന്നതേ നമ്മുടെ മൽച്ചന്തേരി മെറ്റീരിയൽ ക്രഷായിട്ടുള്ളത് കേട്ടോ. അതായത് ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുളുക്ക് ചുളുക്ക് പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ അത് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേപോലൊരു ചുളിഞ്ഞ് അങ്ങനത്തെ ഒരു അതായിട്ട് ക്രഷ് വരുന്ന മെറ്റീരിയൽ നല്ല ലെങ്ത്താണ്, 2.5 മീറ്റർ ലെങ്ത്ത് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ നെക്ക് പോർഷൻ കണ്ടോ, നിങ്ങളിങ്ങനെ ഹോള് പോലെ കണ്ടോ, കട്ട് വർക്ക് ചെയ്തിരിക്കണ കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളിങ്ങനെ ഒരു കട്ട് വർക്ക് പോലെയാണ് കേട്ടോ. ഞാൻ കൈയിട്ട് കാണിച്ചു തരാം, എന്നാലേ കാണുള്ളൂ. കണ്ട ഇങ്ങനെ 2 സൈഡിലും ആ കട്ട് വർക്കിൻ്റെ ഇത് വരുന്നുണ്ട്. ഇത്രയും പോർഷൻ കേട്ടോ, ഇത്രയും വരും. നെക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഫുള്ള് മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് കേട്ടോ, താഴെ വരെ. അത് സെയിം കളർ തുണിയിലും പിന്നെ ഗോൾഡൻ ത്രെഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സീരിയല്ല ഗോൾഡൻ ത്രെഡാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ആണ് കണ്ടോ. ഇതെങ്ങനെ ഗോൾഡൻ ത്രെഡ് വരുന്നുണ്ട് കണ്ടോ, ഇടയ്ക്ക് ഒരു ഗ്ലേസിങ് വരുന്നത് ത്രെഡിൻ്റെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴത്തെ പോർഷൻ ഇതുപോലെ കണ്ടോ, ക്രോഷ്യോ വെച്ച് ആഡ് ചെയ്തിട്ട് അതേ കട്ട് വർക്കാണ് ലാസ്റ്റ് വരുന്നത്. എന്നിട്ട് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആ സ്കാലപ്പിലും ഗോൾഡൻ കളർ വരുന്നുണ്ട്, ത്രെഡ് സെയിം കളർ, അങ്ങനെയാണ് ഫിനിഷിങ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു സെറ്റാണ് കേട്ടോ കാണാനായിട്ട്. ബാക്ക് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ സ്ലീവിന് ഇങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ ഉള്ളത് സ്ലീവ് പോർഷനാണേ. ഇങ്ങനെ വരുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ. ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്നൊരു നല്ല കളക്ഷനാണ്, നല്ലൊരു കളറുമാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ ഒരു കളർ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടയും വരുന്നതേ. ഞാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ എംബ്രോയിഡറി വർക്ക് ആയതുകൊണ്ടേ നമുക്കത് ഇതാണ് ക്രഷിൽ തന്നെയാണ് കേട്ടോ. അതേ മൽച്ചന്തേരിയുടെ ക്രഷാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഫുൾ ബോഡി ഇതേപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് ത്രെഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ താഴത്തെ ഭാഗത്ത് കണ്ടില്ലേ, അതേപോലെ ഫുൾ സ്കാലപ്പ് ചെയ്തിട്ട് അതേ വർക്ക് ഇതേ കണ്ടോ, ഇതേപോലെ സ്കാലപ്പ് ചെയ്തിട്ട് സെയിം കളർ വർക്ക് ചെയ്തിട്ട് ഗോൾഡനും ത്രെഡിൽ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ ലേസ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 2.25 2.5 ഇടയ്ക്കാണ് ദുപ്പട്ട ലെങ്ത്ത് വരുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു 1 സൈഡ് ഇടണം എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ നമുക്ക് പറഞ്ഞില്ലേ നെക്കിൻ്റെ അവിടെ ആ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, കട്ട് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ആ വർക്ക് ഒന്നും കാണുന്നത്. അതുകൊണ്ടൊരു 1 സൈഡാണ് കേട്ടോ അവർ പ്രിഫർ ചെയ്യണത്. ഇനി 2 സൈഡ് ഇടാൻ ഇട്ടുള്ളവർക്കല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു ലെങ്ത്ത് ഉണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് കിട്ടും. പിന്നെ ഇത് പെട്ടെന്ന് ഒഴുകി പോകുമെന്നൊന്നും പേടിക്കേണ്ട, കാരണം മെറ്റീരിയൽ ക്രഷാണ് കേട്ടോ. ഇട്ടാൽ അതുപോലെ തന്നെ അവിടെ കിടന്നോളും, നമ്മുടെ ദേഹത്തോട് ചേർന്ന് കിടക്കും. ഇതേ കണ്ട ഇങ്ങനെ ഇട്ടാൽ അതവിടെ അങ്ങനെ കിടന്നോളും. അങ്ങനെ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ആ ക്രഷ് വരുന്നത്. ബോട്ടം നല്ലൊരു ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് കണ്ട എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ് കേട്ടോ, 2000 ആണ്. അതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതൊക്കെയും ഷോപ്പ് നിൽക്കുന്നത് വരാപ്പുഴ മാർക്കറ്റ് റോഡിൽ സൗത്ത് ഇന്ത്യൻ തൊട്ട് സൈഡിലാണ്. ഈ അതിലൊരു വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ നമ്പർ 8078742380, അതല്ലെങ്കിൽ 9744742380. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ എന്നെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയമൊക്കെ ചോദിക്കാം. ക്ലിയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഗൂഗിൾ പേ നമ്പർ എല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം കേട്ടോ ബുക്ക് ചെയ്യാനായിട്ട്. അവൈലബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. നല്ലൊരു സെറ്റാണ് കേട്ടോ. ഇതുപോലത്തെ ഇങ്ങനെ ഇതൊക്കെ അങ്ങനെ ഓരോ ബുട്ടിക് കളക്ഷൻ കേട്ടോ, റെയർ കളക്ഷനുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇനി അടുത്തത് എന്താണെന്ന് വിചാരിച്ച് ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. കാരണം ഒരെണ്ണം ഇട്ട് കഴിഞ്ഞ് ഇതിനൊരു 7-8 എൻക്വയറി വരും. കാരണം അങ്ങനെ എൻക്വയറി വന്നാൽ നമുക്കിത് കിട്ടില്ല. കാരണം ഇതൊക്കെ ഓരോ പീസായിട്ട് വർക്ക് ചെയ്ത് തരുന്നൊരു ബൊട്ടിക്കുകളിൽ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കണതാണ് കേട്ടോ. അവരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ
പറ്റില്ല എന്ന് തന്നെ നമ്മളോട് പറയട്ടോ. ഞാൻ ഇതുപോലെ മുമ്പത്തേക്ക് ഇട്ടിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇനി അവർ തരില്ല, കാരണം അവരുടെ ഒരു ഇതനുസരിച്ച് അവർ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തൊരു പുതിയത് ഇറക്കുക എന്നുള്ളതാണ്. പിന്നെ അതന്നെ പഴയതിൽ ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് അവർക്കില്ല. അതുകൊണ്ട് അവരിറക്കുമ്പോൾ ഞങ്ങളായാലും ഞാനായാലും ഒത്തിരി നോക്കിയിരുന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളും ഇനി ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ഏതായിരിക്കും ആലോചിച്ച് നിൽക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചോദിക്കാൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കളക്ഷൻ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തതിൽ വേറെ ഇതിനേക്കാളും നല്ലതാവുമെന്ന് വെച്ചാൽ എല്ലാം പുതിയതായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഇറങ്ങുന്ന കളക്ഷനുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ, ചിലപ്പോൾ ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ കേട്ടോ. പിന്നത്തെ ഇഷ്ടപ്പെട്ടു, കളർ ഇഷ്ടപ്പെട്ടു, വർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒന്ന് മനസ്സിലോട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്തോ. ബൈ പോസ്റ്റ് ആയിരിക്കും കേട്ടോ ഓൺലൈൻ ഞങ്ങൾ അയക്കണത്. അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. ഷോപ്പിൽ ഇതുപോലെ വന്ന് സാരിയുടെയും മാലയുടെയും ചുരിദാറിൻ്റെ മെറ്റീരിയൽ എല്ലാം കളക്ഷൻ കാണാൻ പറ്റും കേട്ടോ. പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. പെട്ടെന്ന് ഓണം എടുത്തു ഇനി തയ്ച്ച് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഓണം കഴിഞ്ഞിട്ടായാലും തയ്ച്ച് നമുക്ക് അടുത്തൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. നല്ല കളക്ഷനുകളാണ്. ഒരു പരിപാടിക്കൊക്കെ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റാവുന്ന നല്ല ട്രെൻഡി കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ നല്ല കളക്ഷൻ. ഇത്രയും വർക്ക് ചെയ്ത് കട്ട് വർക്ക് ചെയ്തിട്ട് വരുന്ന നല്ല കളക്ഷനുകളാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കാണാനൊക്കെ ആയിട്ട് നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, പെട്ടെന്ന് വാങ്ങിച്ചോ. താങ്ക്